സംസ്ഥാന പോലീസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ അടുത്ത ഘട്ടത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാകും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായതിനെ തുടർന്നാണ് പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാകും അടുത്ത 6 മാസക്കാലം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. മയക്കുമരുന്ന് ശൃംഖലകൾക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികളാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന് വളരെയേറെ സഹായമാണ് നൽകുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഓപ്പറേഷൻ തുഫാനിന് വൻപിച്ച പിന്തുണയാണ് നൽകുന്നത്. അതിൻ്റെ പ്രയോജനം ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ഓണമാകുമ്പം കുറേ കൂടി ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് ശക്തമായി തന്നെ ഇത് നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ഘട്ടം ഓണം കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു 6 മാസത്തെ ഒരു കർമ്മ പരിപാടിയാണ്. ഞാൻ വേറെ എങ്ങും പറഞ്ഞില്ല. 6 മാസത്തെ കർമ്മ പരിപാടിയാണ് അത് ഇടാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്തെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രചോദനമായെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ മാതൃക പിന്തുടർന്ന് ദേശീയ തലത്തിലും മയക്കുമരുന്നിനെതിരായ നടപടികൾ ശക്തിപ്പെടുത്താൻ കേന്ദ്രം മുന്നോട്ടു വന്നതായും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും ഇക്കാര്യത്തിൽ പോലീസ് കർശന നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.